ഹായ്, എൻ്റെ പേര് ജദീദ. ഞാൻ DH ഫാർമസിസ്റ്റ് എക്സാമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ പാസ്സായിട്ടുണ്ട്. മിഡ് വെഞ്ചറിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് കേട്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സാർ പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയലിൽ എക്സ്ട്രാ പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് പോവായിരുന്നു. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യായിരുന്നു. ഫുൾ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ടാണ് ഫയൽസ് സ്റ്റാർട്ട് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്ന ഫയൽസ് യെല്ലോ ഫയൽ, ഓറിയോൺ, മെയ്, നൾ ഫയൽ, DH ഫുൾ ഫയലൊക്കെ ആയിരുന്നു. ഇതിലേത് ഫയൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫേവർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക് യെല്ലോ എന്ന് റിപ്പീറ്റഡ് കിട്ടാറുണ്ട്, ചിലർക്ക് ഓറിയോൺ എന്നായിരിക്കും. അപ്പോൾ കവർ ചെയ്ത് പോകാമെന്നുള്ളതാണ് ഓപ്ഷൻ. DH ഫുൾ ഫയൽ റീസെൻ്റ്ലി ഒത്തിരി ഫീഡ്ബാക്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കെമിസ്ട്രി ഞാൻ ക്ലാസ്സസ് കേട്ടിട്ടില്ല. 2 ഫയൽസാണ് പഠിച്ചത്. MC അപ്ഡേറ്റഡ്, MC സ്ട്രക്ചേഴ്സ്, SPLA, ഈ 2 ഫയൽസാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കാൽക്കുലേഷൻസ് സാറിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാൽക്കുലേഷൻസ്, ഇൻ ബിറ്റ്വീൻ ഫയൽസിൽ വരുന്നത്, പിന്നെ ഇക്വേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഫീഡ്ബാക്കിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം ട്രാവൽ ചെയ്യുന്ന ഒഴിവാക്കിയിട്ട് ഒരു തലേ ദിവസം ഫുൾ ഡേ അവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ടൈം മാനേജ്മെൻ്റ് ആണ് ഒത്തിരി പേര് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 6 സെൻറ്റൻസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ അറ്റൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. ജസ്റ്റ് 2 വട്ടം വായിച്ച് നോക്കും ആൻസർ കിട്ടുന്നുണ്ടോയെന്ന്. വെറുതെ നമ്മൾ ലെങ്തി ആണെന്ന് കണ്ട് ഫ്ലാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്ത ടൈമിനെക്കാട്ടിലും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്കൻഡ് റൗണ്ടിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെ പറ്റുമെന്നൊന്ന് നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. തീരെ വായിക്കാണ്ട് ഫ്ലാഗ് ചെയ്ത് പോയത്. കാൽക്കുലേഷൻസ് ഓപ്ഷൻസിൽ ഡിജിറ്റ്സ് കാണുന്നത്, പിന്നെ ലെങ്തി ലാബ് വാല്യൂസ് ഉള്ള ക്വസ്റ്റ്യൻസ് വായിക്കുകയും ചെയ്യാണ്ട് ഫ്ലാഗ് ചെയ്ത് പോകുമായിരുന്നു. സെക്കൻഡ് റൗണ്ടിലാണ് അറ്റൻഡ് ചെയ്തത്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ കെമിസ്ട്രി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് എനിക്ക് പറ്റില്ല, അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് തോന്നുന്നില്ല. സ്കോർ ഷീറ്റിൽ നമുക്ക് ബേസിക് ബയോമെഡിക്കൽ, ഫാർമസ്യൂട്ടിക്സ്, ക്ലിനിക്കൽ, ബിഹേവിയറൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്കോർ കാറ്റഗറൈസ് ചെയ്തത്. അപ്പോൾ എല്ലാത്തിലും ഒരു മിനിമം മാർക്ക് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടർ ആൻഡ്രോ സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് ഗൈഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൽദോ സാറിനെയാണ്. സാറ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യായിരുന്നു ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ ആൻഡ്രോ സാറിൻ്റെ ക്ലാസ് നല്ല മനസ്സിലാവുന്ന, നല്ല ലളിതമായ മനസ്സിലാവുന്ന നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പം ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.